അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മോമിനീങ്ങളെ, ഇന്ന് രാവിലെ ഞാൻ വീഡിയോ കണ്ടു. വല്ലാത്ത സന്തോഷം തോന്നി, വിഷമം തോന്നി. അത് വീഡിയോ ഇതായിരുന്നു. പ്രധാനമന്ത്രിജിയെ കണ്ട് നമ്മുടെ സുൽത്താനുൽ ഉലമ തിരിച്ചു പോന്നപ്പോ ഏതോ പത്രക്കാര് ചോദിച്ചു, ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണ്? ഞങ്ങളോടൊക്കെ ഏത് നാട്ടിൽ ചെന്നാലും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ. ഞങ്ങളൊക്കെ പറയണ മറുപടി എന്താണെന്നറിയോ? We, the people of India, we have a very, very strong constitution. The preamble of our constitution itself gives a very clear picture what is India and what should be India. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ, അതിന്റെ മുഖപുരയിൽ തന്നെ സെക്യുലറിസവും സോഷ്യലിസവും സോവറിറ്റിയും ഡെമോക്രസിയും റിപ്പബ്ലിക്കാണ് എന്നതും മാത്രമല്ല, ഇക്വാളിറ്റി, അതുപോലെ തന്നെ ഫ്രറ്റേണിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഫ്രീഡം എല്ലാം പറഞ്ഞ് ഇവിടെ ജാതി, മത, വർഗ, വർണ്ണ, ദേശ, ഭാഷ, ലിംഗ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഇത്രയും കൃത്യമായി പറഞ്ഞ ഒരു ഭരണഘടന വേറെ ലോകത്തെവിടെയില്ല. അങ്ങനെയുള്ള ഭരണഘടനയടക്കം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ആലിമ് ലോകത്ത് ലോ കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ എന്റെ ഇബാറത്തൊന്ന് ശ്രദ്ധിച്ചു പറയാം. എന്റെ അറിവില് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഈ നോളജ് സിറ്റിയില് ലോ കോളേജ് ഉണ്ടാക്കിയതുപോലെ വേറൊരു ആലിമ് ലോ കോളേജ് ഉണ്ടാക്കി എന്റെ അറിവിലില്ല. ഒരു പക്ഷെ വേറെ എവിടെങ്കിലും ഉണ്ടാകാം. ഞങ്ങളിന്ന് നൂറുകണക്കിന് വക്കീലന്മാര് കോടതി ചെന്നിട്ട് ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ട് സംസാരിക്കുന്നവരും വാദിക്കുന്നവരും ഒക്കെയാണ്. ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ ലോകത്ത് എവിടെ പോയാലും പറയും, നിങ്ങളെ രാജ്യം മുസ്ലിം രാജ്യമാണല്ലോ, നിങ്ങളെ ഭരണഘടനയിലുണ്ടോ എല്ലാ മതക്കാർക്കും ഇതുപോലത്തെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടന? ആർക്കും കാണാൻ പറ്റൂല. അതുകൊണ്ടാ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞത്, ആസ് ലോങ് ആസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് പ്രൊട്ടക്റ്റഡ്, മുസ്ലിംസ് ആർ പ്രൊട്ടക്റ്റഡ് ഹിയർ എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഭരണഘടന ഉള്ള കാലത്തോളം മുസ്ലിമീങ്ങൾ സുരക്ഷിതർ തന്നെ. അതേസമയം ഭരണഘടന വരെ വില വെക്കാത്ത ആളുകളുണ്ട്. അത് എല്ലാ രാജ്യത്തും ഉണ്ട്. ഇതിന് അവിടേക്കൊക്കെ പോണോ? 5 വക്ത് നിസ്കാരം നിർബന്ധമാണ് എന്ന് അറിയാത്തവര് എത്ര ആളുണ്ട് നമ്മളെ കൂട്ടത്തിൽ? ആരും ഉണ്ടാവില്ല. പക്ഷെ ഈ അറിവുള്ള എത്ര ആളുകൾ നിസ്കരിക്കാത്തവരുണ്ട് എന്നുള്ളത് കണക്കെടുത്ത് നോക്കി. അള്ളാഹു നൽകിയ ഭരണഘടന അംഗീകരിക്കാൻ അതിന്റെ ആൾക്കാരായ നമ്മൾ തന്നെ തയ്യാറാകുന്നില്ല എങ്കിൽ ചില നിക്ഷിപ്ത താല്പര്യക്കാര് ഭരണത്തിലെത്തുമ്പോ അവർക്ക് അനുകൂലമായി ഭരണഘടന മാറ്റാനും മറ്റുമൊക്കെയുള്ള ശ്രമം നടത്തും. അതിനൊക്കെ നേരിടാനുള്ള സംവിധാനം വരെ കൃത്യമായി പറഞ്ഞച്ച ഒരു ഭരണഘടനയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാതന്ത്ര്യം, എല്ലാവരെയും രക്ഷപ്പെടുത്തണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് കാന്തപുരം ഉസ്താദിന്റെ അത്തരം പ്രസ്താവന വരെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. അതാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അവരെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ജീവിതം എടുത്തു നോക്കിയാല് മുസ്ലിം സമുദായത്തിന് ഒരു ഉപകാരം പോലും ചെയ്യാത്തവരാണ്. പക്ഷെ ആയിരക്കണക്കിന് ആളുകൾക്ക് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് എന്തെല്ലാമാണ് അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇവിടെയെല്ലാം അവർ കുടുങ്ങുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ എന്തുണ്ട് മാർഗം നോക്കിയിട്ടാണ്. അങ്ങനെയുള്ള വലിയ മനസ്സിന്റെ ഉടമയാണ് സുൽത്താനുൽ ഉലമ. ആ സുൽത്താനുൽ ഉലമയെ ഇങ്ങനെ വേട്ടയാടുന്നു, വിമർശിക്കുന്നു, പരിഹസിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. എന്താണ് അവസ്ഥ? ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ഉസ്താദിന്റെ ജീവിതം അറിയാം. ഉസ്താദിനെ വേട്ടയാടിയിട്ട് ഉസ്താദ് ലക്ഷ്യത്തിലെത്തിയിട്ടേ ഉള്ളൂ. ഉസ്താദിനെ തകർക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. കാരണം അത് അവിടുത്തെ ജീവിതം എന്നുള്ളത് അള്ളാഹുവിന്റെ ആ ഒരു പ്രത്യേകമായ സംരക്ഷണത്തിലാണ്. കാരണം എത്രയോ ആളുകളുടെ പ്രാർത്ഥന ഉണ്ട്. വെറുതെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയില്ല, അവർക്ക് അതിൻ്റെതായ ഉപകാരമെല്ലാം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ നമുക്കൊരു ധൈര്യമാണ് ഉസ്താദിന്റെ ജീവിതം എന്നുള്ളത്
വലിയൊരു സന്തോഷവും ആണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. റമദാൻ ഗുണമായി സാക്ഷിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ പെടുത്തട്ടെ. റമദാനിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ഉസ്താദിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രാർത്ഥിച്ചാൽ ആരെങ്കിലും ആമീൻ പറഞ്ഞാൽ അതും ഒരു നേട്ടമായി. മഹാന്മാർക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതിലൂടെ നമ്മൾക്കും അതിന്റെ പ്രാർത്ഥന ലഭിക്കുന്നു. അല്ലാഹു തആല നമുക്കും ഉസ്താദിനും സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മത്ത്, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞവരിൽ അള്ളാഹു നമ്മൾ പെടുത്തി തരുമാറാകട്ടെ. മഗ്ഫിറത്ത്, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിച്ചവരിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അവസാനം ഇത്ഖുമിന്നാർ കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവരിൽ അള്ളാഹു തആല നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. റമളാൻ ഗുണമായി സാക്ഷിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.